ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് K.TET കാറ്റഗറി 1-ന് ജൂൺ 2019 ചോദിച്ച ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത് ഏതാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദി ലേണേഴ്സ് വി ക്യാൻ അഡോപ്റ്റ്. പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് മൂല്യനിർണ്ണയം ഇതൊന്നുമല്ല. പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, നൺ ഓഫ് ദിസ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയമാണ്. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത് ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് PWD ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 1996, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1976, ഓപ്ഷൻ ഡി 2006. അപ്പോൾ PWD ആക്ട് നിലവിൽ വന്നത് 1996. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 1996 PWD ആക്ട് പ്രാബല്യത്തിൽ വന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ്. ദി സെൻട്രൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആർ ഓർ ഈസ്. ഓപ്ഷൻ എ അനുഭവത്തിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ലിവിങ്. ഓപ്ഷൻ ബി പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ഡൂയിങ്. ഓപ്ഷൻ സി എയും ബിയും, ബോത്ത് എ ആൻഡ് ബി ഇവയൊന്നുമല്ല, നൺ ഓഫ് ദിസ്. അപ്പോൾ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. എയും ബിയും വരുന്നുണ്ട്. അനുഭവത്തിലൂടെയുള്ള പഠനവുമുണ്ട്, പ്രവർത്തനത്തിലൂടെയുള്ള പഠനവുമുണ്ട്. നമ്മൾ DEDനും അതുപോലെ തന്നെ BEDനൊക്കെ പഠിക്കുമ്പം സൈക്കോളജിക്കകത്ത് പഠിക്കുന്ന ഒന്നാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെൻട്രൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണേഴ്സ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന് ലേണിംഗ് ബൈ ലിവിങ്ങും ലേണിംഗ് ബൈ ഡൂയിങ്ങുമാണ്. അല്ലെ, അനുഭവത്തിലൂടെയുള്ള പഠനവും വരുന്നുണ്ട്, പ്രവർത്തനത്തിലൂടെയുള്ള പഠനവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ 3 ക്വസ്റ്റ്യൻസിനകത്ത് 3 ഉത്തരങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കുന്ന മാർഗ്ഗം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനാണ്. രണ്ടാമത് പറഞ്ഞത് PWD ആക്ട് നിലവിൽ വന്നത് 1996. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ വരും? അനുഭവത്തിലൂടെയുള്ള പഠനവും പ്രവർത്തനത്തിലൂടെയുള്ള പഠനം അല്ലെങ്കിൽ ലേണിംഗ് ബൈ ലിവിങ്ങും ലേണിംഗ് ബൈ ഡൂയിങ്ങും വരും. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പ്രതിപാദനനായ കുട്ടി ഏത്? ഓപ്ഷൻ എ പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണ കുറവാണ്. നന്നായി പഠിക്കുവാനാകുമെന്ന വിശ്വാസം നിസ്മയ്ക്ക് ഇല്ല. വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആഷ്ന. അപ്പോൾ താഴെ പറയുന്ന ഈ 4 ഓപ്ഷനകത്ത് പ്രതിപാദനനായ കുട്ടി അല്ലെ ഗിഫ്റ്റഡ് ചൈൽഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. ഹു എമംഗ് ദി ഫോളോയിങ് ഈസ് എ ഗിഫ്റ്റഡ് ചൈൽഡ്? ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലായി കാണും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആഷ്ന. അവൾ തന്നെയാണ് എന്ത് ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ പ്രതിപാദനനായ കുട്ടിയെന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വികസനം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെ തുകയാണ്. വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമാണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. വികസനം പ്രവചിക്കുവാൻ സാധിക്കും. Development is the product of interaction between heredity and environment. Development is continuous and a gradual process. Development proceeds from specific to general. Development is predictable. അപ്പം ഇതിനകത്ത് വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്? ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. നിങ്ങളുടെ ആൻസർ വളരെ ശരിയാണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഇതിവിടെ തെറ്റാണ്. വികസനവുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളൊരു പദമാണ്. ബാക്കി 3ഉം വികസനവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത് ഏത്? വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺസ്. ഓപ്ഷൻ എ പറയുന്നു അവർക്ക് അവരുടെ കഴിവുകേടും തിരിച്ചറിയുവാനാകും. ഓപ്ഷൻ ബി അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. ഓപ്ഷൻ സി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാകാം. ഓപ്ഷൻ ഡി വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല. ദേ നോ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ദേ ഹാവ് ഇനഡിക്വേറ്റ് ലെവൽ ഓഫ് ആസ്പിറേഷൻ. ദെയർ ബേസിക് നീഡ്സ് ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ദേ ഡസ് നോട്ട് possess critical or fault finding attitude.
ഇപ്പം സമയോജന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പേഴ്സൺസിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏത്, അവരുടെ ക്യാരക്ടർ അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ വരാത്തതാണ്. ദേ ഹാവ് ഇനഡിക്വേറ്റ് ലെവൽ ഓഫ് ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് പേഴ്സൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ വരാത്ത ഒന്നാണ്, സമയോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവത്തിൽ പെടാത്ത ഒന്നാണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ പറയുന്നത് പൊതുവായ ബുദ്ധി, ഓപ്ഷൻ ബി സംഗീതപരമായ ബുദ്ധി, ഓപ്ഷൻ സി പ്രകൃതിപര ബുദ്ധി, ഓപ്ഷൻ ഡി ശാരീരികപരമായ ബുദ്ധി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗിവൺ ബൈ ഗാർഡനർ? ജനറൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടെ ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പൊതുവായ ബുദ്ധി അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്. ബാക്കി സംഗീതപരമായ ബുദ്ധിയും പ്രകൃതിപര ബുദ്ധിയും ശാരീരികപരമായ ബുദ്ധിയുമൊക്കെ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നതാണ്. പൊതുവായ ബുദ്ധി ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്നതല്ല. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത് എന്താണ്? എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത് എന്താണ്? ഇഫ് ആൻ അസസ്മെൻറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ ദെൻ ദാറ്റ് അസസ്മെൻറ്റ് ഈസ്. ഓപ്ഷൻ എ വിശ്വാസയോഗ്യമായത് റിലയബിൾ, ഓപ്ഷൻ ബി സാധുവായത് വാലിഡ്, ഓപ്ഷൻ സി വിശ്വാസയോഗ്യമല്ലാത്തത് അൺറിലയബിൾ, ഓപ്ഷൻ ഡി അസാധുവായത് ഇൻവാലിഡ്. അപ്പോൾ എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത് വാലിഡ് അല്ലെങ്കിൽ സാധുവായത് എന്നാണ്. വാലിഡ് അല്ലെങ്കിൽ സാധുവായത്. 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു, സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസം. ഇവിടെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കണ്ട. അതായത് വായിക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പദത്തിന് പറയുന്ന പേര് നമുക്കറിയാം. ഓപ്ഷൻ എ പറയുന്നത് ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ സി ഡിസ്ലെക്സിയ, ഓപ്ഷൻ ഡി ഡിസ്ഫേസിയ. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിയും ഡിസ്ലെക്സിയ ആണ്. കാരണം വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വായിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ, വായിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തവണ നമുക്ക് സൈക്കോളജിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാ പ്രാവശ്യവും ആവർത്തിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തേത്, പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് ഓപ്ഷൻ എ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ്, ഓപ്ഷൻ ബി മത്സരത്തിലൂടെയാണ്, ഓപ്ഷൻ സി സമൂഹമായിട്ടാണ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിസ്റ്റ് ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ലേൺ ഇൻ ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റ്, കോമ്പറ്റീഷൻ, കമ്മ്യൂണിറ്റി, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് സമൂഹമായിട്ടാണ് എന്നാണ് കേട്ടോ. കമ്മ്യൂണിറ്റി ആയിട്ടാണ്, ഇവിടെ സമൂഹമായിട്ടാണ് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയായിട്ടാണെന്നാണ് അവർ പറയുന്നത്? സമൂഹമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, കമ്മ്യൂണിറ്റി ആയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണ്ണയ രീതിയാണ് സ്വീകരിക്കുക? ഓപ്ഷൻ എ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് മൂല്യനിർണ്ണയം, ഫോമേറ്റീവ് മൂല്യനിർണ്ണയം. ഇപ്പോൾ കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാൻ, ഇപ്പോൾ കുട്ടികൾ എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്, അവരുടെ പുരോഗതികളുണ്ടോ, പഠിക്കുന്നതിലുള്ള പുരോഗതികളൊക്കെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ ഏത് മൂല്യനിർണ്ണയ രീതിയാണ് സ്വീകരിക്കുക എന്നതാണ്. ഇപ്പം ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോമേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫോമേറ്റീവ് ഇവാലുവേഷനാണ് കേട്ടോ. കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാൻ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിക്കേണ്ട ഒരു മൂല്യനിർണ്ണയ രീതി എന്ന് പറയുന്നത് ഫോമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാവ്ലോവിൻ്റെ പദരാണികാനുബന്ധ സിദ്ധാന്തത്തിൽ അനുബന്ധത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് കണ്ടീഷൻഡ് ചോദനം, കണ്ടീഷൻഡ് പ്രതികരണം, അൺകണ്ടീഷൻഡ് ചോദകം, അൺകണ്ടീഷൻഡ് പ്രതികരണം. ഇൻ പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബിഫോർ കണ്ടീഷനിങ് മീറ്റ് ഗിവൻ ടു ദ ഡോഗ് ഈസ് നോൺ ആസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. നമ്മൾ കേട്ടിട്ടുണ്ട് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവ്ലോവിൻ്റെ പദരാണിക അനുബന്ധന സിദ്ധാന്തം. അതിനകത്ത് പട്ടിക്ക് കൊടുത്തിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് അനുബന്ധത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് അൺകണ്ടീഷൻഡ് ചോദകമാണ് ഇവിടെ ആൻസർ കേട്ടോ. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം മാംസം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? അൺകണ്ടീഷൻഡ് ചോദകം അല്ലെങ്കിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അടുത്ത ദിവസം, വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹ്യമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യമാണ്.
വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹികമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യമാണ് ഡാഷ്. ഓപ്ഷൻ എ സെറിബ്രൽ പാൾസി, ഓപ്ഷൻ ബി എപ്പിലെപ്സി, ഓപ്ഷൻ സി ഓട്ടിസം, ഓപ്ഷൻ ഡി ADHD. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓട്ടിസമാണ് ഇവിടെ ആൻസർ. വാചികവും അവാചികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി എഫക്റ്റിംഗ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഓഫ് ചിൽഡ്രൻ ഈസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓട്ടിസമാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹികമായ ഇടപെടലുകളൊക്കെ മോശമായി സ്വാധീനിക്കുന്ന ഒരു വികാസ വൈകല്യമാണ് ഓട്ടിസം. അല്ലെ, ഓട്ടിസം ബാധിച്ച കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരുടെ അതിലെ ഫിസിക്കലിയുള്ള പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏത്? വിച്ച് among the following methods can be adopted for the in-depth study about a particular student? ഓപ്ഷൻ എ ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ, ഓപ്ഷൻ ബി അഭിമുഖം, ഇൻ്റർവ്യൂ, ഓപ്ഷൻ സി കേസ് സ്റ്റഡി, ഓപ്ഷൻ ഡി സോഷ്യോമെട്രി. ഏതായിരിക്കാം? കേസ് സ്റ്റഡി തന്നെയാണ്, നമ്മൾ ഒരുപാട് വട്ടം പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി കേസ് സ്റ്റഡിയാണ് ഇവിടെ ആൻസർ. അപ്പോൾ കുട്ടിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഇത് ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ എന്താണ്? ശരീരം മുഴുവൻ അവരുടെ പ്രക്രിയയിലൊക്കെ പങ്കുചേരുകയാണ്, നമുക്കറിയാമല്ലേ. അവർ വളരുന്നതനുസരിച്ച് കരച്ചിൽ എന്താണ്? ചില അവയവങ്ങളിൽ മാത്രം, കരയുന്ന അവയവങ്ങളിൽ മുഖത്തൊക്കെ മാത്രം അത് സ്പർശമാകുന്നു. അത് ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാകുന്നതെന്നാണ്. ഓപ്ഷൻ എ പറയുന്നത് വികസനം പ്രവചനീയമാണ്, ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഓപ്ഷൻ ബി പറയുന്നത് വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഓപ്ഷൻ സി പറയുന്നത് വികസനം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ്, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ഓപ്ഷൻ ഡി പറയുന്നത് വികസനത്തിൻ്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസങ്ങളുണ്ട്, ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. അപ്പം ഏതായിരിക്കും ഇവിടെ ആൻസർ? നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം വന്ന് കാണും. ഉത്തരം ശരിയാണ്, വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആര്? നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെയുള്ള ക്വസ്റ്റ്യനാണ്. സ്പൈറൽ കരിക്കുലം ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബ്രൂണർ, സ്കിന്നർ, വാട്സൺ, ഗാർട്ട്നർ. ആരുടെ ആയിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം. സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് ബ്രൂണറുടെയാണ്, മറന്നു പോകരുത്. സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് ആരാണ്? ബ്രൂണറാണ്, മറക്കരുത്, ബ്രൂണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളേവ? പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ പറഞ്ഞ പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ഫ്രസ്ട്രേഷൻ ഓഫ് സ്പെസിഫിക് നീഡ്സ്. ഓപ്ഷൻ ബി പറയുന്നു അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബൈ ദി ടീച്ചേഴ്സ്. ഓപ്ഷൻ സി പറയുന്ന വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, പ്രോബ്ലംസ് അറൈസിങ് ഫ്രം നോൺ ചലഞ്ചിങ് ക്ലാസ് വർക്ക്സ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആൾ ദി അബോവ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കാം? ഈ പറയുന്നതെല്ലാം പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശ്നപരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായിട്ട് രേഖപ്പെടുത്തണം. അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ. ഓപ്ഷൻ എ പരികൽപ്പനയുടെ രൂപീകരണം, ഹൈപ്പോത്തിസിസ് ഫോമുലേഷൻ, പ്രശ്നം തിരിച്ചറിയൽ, ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, വിവരശേഖരണം, കളക്ഷൻ ഓഫ് ഡേറ്റ, നിഗമനത്തിൽ എത്തിച്ചേരൽ, ഡ്രോവിങ് കൺക്ലൂഷൻ. അപ്പം നമ്മൾ ആ ഒരു ഈ ഒരു 4 ഓപ്ഷനെ നമ്മൾ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിലായിട്ട് ക്രമമായിട്ട് നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഏതായിരിക്കാം? നിങ്ങൾ തന്നെ മനസ്സിലാക്കി നോക്കൂ. നിങ്ങൾ തന്നെ ആ ഓപ്ഷൻ എയും ബിയും സിയും ഡിയും കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. അപ്പോൾ നിങ്ങളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നതാണ് ആദ്യം ഓർഡറിൽ വരുന്നത് ഏതാണെന്ന്. ഇപ്പോൾ ഇവിടെ ആദ്യത്തിനകത്ത് വരുന്നത് ഇവിടെ ഓപ്ഷൻ എ ബി സി ഡി എന്നിവയിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ആദ്യം വരുന്നത് ബി ആണ്, പ്രശ്നം തിരിച്ചറിയലാണ്, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. അതാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രശ്ന പരിഹരണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നത്തെ തിരിച്ചറിയലാണ്. ഒരു കുട്ടിയുടെ പ്രശ്നത്തെ തിരിച്ചറിയൽ, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലമാണ്. രണ്ടാമത് വരുന്നത് പരികൽപ്പനയുടെ രൂപീകരണമാണ്, ഹൈപ്പോത്തിസിസ് ഫോമുലേഷനാണ്. മൂന്നാമത് വരുന്നത് വിവരശേഖരണം അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. നാലാമതാണ് നിഗമനത്തിൽ എത്തിച്ചേരുന്നത് അല്ലേ, ഡ്രോവിങ് കൺക്ലൂഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ടെന്ന് പറഞ്ഞത് ആര്?
ഓപ്ഷൻ എ നോം ചോംസ്കി, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി പിയാഷെ, ഓപ്ഷൻ ഡി ബ്രൂണർ. ഭാഷ ആർജിച്ചെടുക്കാനുള്ള സ്വത്തസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ടെന്ന് പറയുന്നത്. ഹു ഡിക്ലെയർഡ് ദാറ്റ് ആൻ ഇന്നേറ്റ് predisposition for language acquisition is present in the brains of each person. ഇങ്ങനെ പറഞ്ഞത് നോം ചോംസ്കിയാണ് കേട്ടോ. ഭാഷ ആർജിച്ചെടുക്കാനുള്ള സ്വത്തസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 8 വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും. പിയാഷയുടെ അഭിപ്രായത്തിൽ അഹദിനുള്ളത് ഏത് കഴിവാണ്? 8 വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാകും. ശ്രദ്ധിക്കണേ, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാകും. പിയാഷയുടെ അഭിപ്രായത്തിൽ അഹദിനുള്ളത് ഏത് കഴിവാണെന്നാണ്. ഓപ്ഷൻ എ റിവേഴ്സിബിലിറ്റി, ഓപ്ഷൻ ബി ശ്രേണീകരണം അല്ലെ സീരിയേഷൻ, ഓപ്ഷൻ സി സ്ഥിരത കൺസർവേഷൻ, ഓപ്ഷൻ ഡി സന്തുലീകരണം ഇക്വിലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണം, ക്രമീകരിക്കാനാകും അല്ലെങ്കിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനുള്ള ആ ഒരു കുട്ടിയുടെ കഴിവെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശ്രേണീകരണമാണ് ഇവിടെ ആൻസർ, അല്ലെങ്കിൽ സീരിയേഷനാണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ബി യാഥാസ്ഥിതാനന്തര സദാചാര തലം, ഓപ്ഷൻ സി പ്രാക് യാഥാസ്ഥിത സദാചാര തലം, ഓപ്ഷൻ ഡി യാഥാസ്ഥിത സദാചാര തലം. ഇപ്പോൾ അക്കോർഡിംഗ് ടു കോൾബർഗ്സ് മോഡൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ബിലോങ്സ് ടു. ഓപ്ഷൻ എ പറയുന്നു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ബി പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി കൺവെൻഷണൽ സ്റ്റേജ്. കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് എന്നാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് യാഥാസ്ഥിത സദാചാരതലം. അപ്പോൾ കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രീ കൺവെൻഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് യാഥാസ്ഥിത സദാചാര തലത്തിലാണ് ഉൾപ്പെടുന്നത്. കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? പ്രീ കൺവെൻഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് യാഥാസ്ഥിത സദാചാരത്തിലാണ്, ആ ഒരു തലത്തിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ്. ഓപ്ഷൻ എ പറയുന്നു അഭിപ്രേരണ, ഓപ്ഷൻ ബി പരിപ്പക്വനം, ഓപ്ഷൻ സി ആശയ രൂപീകരണം, ഓപ്ഷൻ ഡി പഠനം. സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ്. ഓപ്ഷൻ എ പറയുന്നത് അഭിപ്രേരണ, ഓപ്ഷൻ ബി പരിപ്പക്വനം, ഓപ്ഷൻ സി ആശയ രൂപീകരണം, ഓപ്ഷൻ ഡി പഠനം. അൺഫോൾഡിംഗ് ഓഫ് ബയോളജിക്കലി ഇൻഹെറിറ്റഡ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഈസ് നോൺ ആസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, പാരമ്പര്യവശാൽ എന്നൊരു സംഭവം വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ബി ആണ് ആൻസർ. പരിപക്വനമാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. മെച്ചുറേഷൻ ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞ വരകൾ ചേർന്ന് ഒരു വീട് പോലെ തോന്നുന്നു. ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, അതൊരു വീട് പോലെ, നമുക്ക് ചെറിയ ഓരോ വരകളാണ്, അത് നമുക്കൊരു വീട് പോലെ തോന്നുന്നു. അപ്പോൾ ഇത് ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ പറയുന്നു പൂർണ്ണതാ നിയമം, ഓപ്ഷൻ ബി സാമീപ്യ നിയമം, ഓപ്ഷൻ സി സാമ്യതാ നിയമം, ഓപ്ഷൻ ഡി തുടർച്ചാ നിയമം. ലോ ഓഫ് ക്ലോഷർ, ഓപ്ഷൻ ബി ലോ ഓഫ് പ്രോക്സിമിറ്റി, ഓപ്ഷൻ സി ലോ ഓഫ് സിമിലാരിറ്റി, ഓപ്ഷൻ ഡി ലോ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ജസ്റ്റാൾട്ട് തിയറിയിലെ ഏത് തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. പൂർണ്ണതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ ആണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ പൂർണ്ണതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തത്വമാണ് ഇങ്ങനെ നമുക്ക് മുറിഞ്ഞ വരകളൊക്കെ കാണുമ്പോൾ ഒരു വീട് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപം പോലെയൊക്കെ തോന്നുന്നത്. ഏതാണ്? ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ പൂർണ്ണതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ ആണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഇത് ഈസ് ഗൈഡ് ബൈ. ഓപ്ഷൻ എ പറയുന്നു സുഖതത്വം, പ്ലഷർ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ യാഥാർത്ഥ്യ ബോധ തത്വം, റിയാലിറ്റി പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി സാൻമാർഗിക തത്വം, മൊറാലിറ്റി പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി അസ്വാഭാവിക തത്വം, അബ്നോർമാലിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്, ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ സുഖതത്വം അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സുഖതത്വം അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പെഡഗോഗി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പെഡഗോഗി ഈസ് ദ സ്റ്റഡി അബൌട്ട്. നമ്മൾ B.Edനും D.Edനും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം പെഡഗോഗി എന്താണെന്ന്. ഓപ്ഷൻ എ പറയുന്ന സ്കൂൾ, ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ഓപ്ഷൻ സി കുട്ടി, ഓപ്ഷൻ ഡി അധ്യാപന രീതി.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലായി ഏതാണ് ആൻസർ. അധ്യാപന രീതിയാണ് അല്ലേ, ടീച്ചിങ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ടതാണ് പെഡഗോഗി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ പറയുന്നു ഫ്ലേവൽ, ഓപ്ഷൻ ബി പറയുന്നു കാതറിൻ ബ്രിഡ്ജസ്, ഓപ്ഷൻ സി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ ഡി ഗാർട്ട്നർ. അപ്പോൾ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട് ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ് ആണ്. ഇപ്പോൾ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? കാതറിൻ ബ്രിഡ്ജസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏത്? ഓപ്ഷൻ എ പറയുന്നു കൊഗ്നിറ്റീവ്, ഓപ്ഷൻ ബി ശരീരശാസ്ത്രപരമായത്, ഓപ്ഷൻ സി ബഹുമാനം, ഓപ്ഷൻ ഡി സുരക്ഷ. അപ്പോൾ മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് ദ ലോവസ്റ്റ് നീഡ് ഇൻ ദി മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സിലേക്ക് കുറേ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും താഴെയുള്ള ആവശ്യം ഏതാണ്? കൊഗ്നിറ്റീവ്, ഫിസിയോളജിക്കൽ, എസ്റ്റീം, സേഫ്റ്റി. അപ്പോൾ ഇതിനകത്ത് ശരീരശാസ്ത്രപരമായത് അല്ലെങ്കിൽ ഫിസിയോളജിക്കലാണ് ഏറ്റവും താഴെയുള്ള ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ ഏറ്റവും താഴെയുള്ള ആവശ്യമെന്ന് പറയുന്നത് എന്താണ്? ശരീരശാസ്ത്രപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഫിസിയോളജിക്കലാണ്. അടുത്ത ദിവസം, ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? യൂണിറ്റ്, ക്ലാസസ്, കൊഗ്നീഷൻ, സിസ്റ്റംസ്. ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ യൂണിറ്റ്, ഓപ്ഷൻ ബി ക്ലാസസ്, ഓപ്ഷൻ സി കൊഗ്നീഷൻ, ഓപ്ഷൻ ഡി സിസ്റ്റംസ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓപ്ഷൻ സി കൊഗ്നീഷൻ ആണ്. ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങളിൽ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? കൊഗ്നീഷനാണ്. അപ്പോൾ സിസ്റ്റംസും ക്ലാസസും യൂണിറ്റും ഒക്കെ ബുദ്ധിയുടെ ഘടനാ മാതൃകയിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ്. അടുത്ത ദിവസം, സംസ്ഥാന തലത്തിലുള്ള നിരവധി മത്സരങ്ങളിലേക്കായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇതൊരു എന്താണ്? പ്രായോഗിക സമീപനമാണ്, ജനാധിപത്യ സമീപനമാണ്, ലിംഗവിവേചനമാണ്, യാഥാർത്ഥ്യബോധമുള്ള സമീപനമാണ്. അപ്പോൾ നമുക്കറിയാം ടീച്ചർ സെലക്ട്സ് ഓൺലി ഗേൾ സ്റ്റുഡൻറ്റ് ഫോർ വേരിയസ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് അല്ലേ. ഇറ്റ് ഈസ് എന്താണ്? ഇതൊരു പ്രായോഗിക സമീപനമാണ്, പ്രാക്ടിക്കൽ അപ്രോച്ചാണ്, ഡെമോക്രാറ്റിക് അപ്രോച്ചാണ്, ജെൻഡർ ബയാസ് ആണ്, റിയലിസ്റ്റിക് അപ്രോച്ചാണ്. ഇവിടെ ഏതായിരിക്കാം? ഓപ്ഷൻ സി ജെൻഡർ ബയാസ് ആണ്, ലിംഗവിവേചനമാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ടും പഠിച്ചിട്ടുമുള്ളതാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? കുട്ടികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പറയുന്നത് അവർ പ്രശ്ന നിർദ്ധാരകരാണ്, ദേ ആർ പ്രോബ്ലം സോൾവേഴ്സ്. ഓപ്ഷൻ ബി പറയുന്നത് അവർ ചുറ്റുപാടുകളെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്, ദേ ആർ ആക്റ്റീവ് എക്സ്പ്ലോറേഴ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. ഓപ്ഷൻ സി അവർ അന്വേഷണ ത്വരയുള്ളവരാണ്, ദേ ആർ ഇൻക്വിസിറ്റീവ്സ്. ഓപ്ഷൻ ഡി പറയുന്നത് അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്, ദേ ആർ പാസീവ് ലിസണേഴ്സ്. അപ്പോൾ കുട്ടികളെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ പറയുന്നത് അവർ പ്രശ്ന നിർദ്ധാരകരാണ്, ശരിയാണ്. ഓപ്ഷൻ ബി പറയുന്നത് അവർ ചുറ്റുപാടുകളെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്, ശരിയാണ്. ഓപ്ഷൻ സി പറയുന്നത് അവർ അന്വേഷണ ത്വരയുള്ളവരാണ് അല്ലേ, അതും ശരി തന്നെയാണ്. ഓപ്ഷൻ ഡി എന്തുവാ? അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്, അത് തെറ്റാണ് അല്ലേ. കുട്ടികളെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, ദേ ആർ പാസീവ് ലിസണേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് 30 അഡോളസെൻ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഈ ഒരു ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇതുപോലെയുള്ള ഇനിയും ക്ലാസ്സുകൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ലോണം പഠിക്കുക, ഇനിയും നല്ലോണം സമയം എടുത്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു, എല്ലാവിധ ആശംസകളും. ഓക്കെ.